നമ്മുടെ ഈ കേരളത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടായിട്ടാണോ എന്തെങ്കിലും ലാഭം ഉണ്ടായിട്ടാണോ എന്നറിയില്ല. ഇപ്പം മറഡോണ മരിക്കുന്ന സമയത്ത് നീറി നീറി കരഞ്ഞ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എൻ്റെ. ഒരുപാട് വലിയ ട്രോമയിലൊക്കെ പോയിട്ടുള്ള സുഹൃത്തുക്കളുണ്ട്, എനിക്കുണ്ട്. അതുപോലെ ഇപ്പം മെസ്സി എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ഈ ഭാഗങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് മെസ്സിയെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന, ഒന്ന് തൊടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ദൂരെ നിന്ന് കണ്ട് ഒരു വൈഡ് ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരുപാടുണ്ട്. പക്ഷെ അവരെ ഒരു നീചമായി തന്നെ പറ്റിക്കുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്കാണോ ഈ 2023 മന്ത്രി അബ്ദുറഹിമാൻ നടത്തിയ വിദേശയാത്രയും അതിനുശേഷം നടന്നു വന്ന സംഗതികൾ എന്നുള്ള രീതിയിൽ തോന്നുന്ന രീതിയിൽ എൻ്റെ സത്യാവസ്ഥ ഡിസ്കസ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. പക്ഷേ അതിനകത്ത് എന്താണ് സംഭവിച്ചത്? എന്തായാലും അതിലൊരു ഒരു ഒരു വഞ്ചനയുടെ ഒരു അംശമുണ്ട്. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും അതിൽ ദിലീപിന് എന്താ തോന്നുന്നത്? ഇതിൽ കേരളത്തിന്റെ കാര്യം പറയുന്നതിന് മുമ്പ് മെസ്സിയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം 2011 ആദ്യമായിട്ട് അർജന്റീന ക്യാപ്റ്റൻ ചെയ്യുന്നത് ഇന്ത്യയിൽ വെച്ചിട്ടാണ്, വെനിസ്വേലയ്ക്കെതിരെ. ആ കളി ഞാൻ ഒരു ജേർണലിസ്റ്റ് ആയിട്ട് കവർ ചെയ്തു കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ. അത് ഒരു സ്റ്റേറ്റ്മെന്റ് മാച്ച് ആയിരുന്നു. ആർക്ക്? മമതാ ബാനർജിക്ക്. മമതാ ബാനർജി 34 കൊല്ലത്തെ ഇടതുപക്ഷ ഭരണം അട്ടിമറിച്ച് പവറിൽ വന്ന് ഏപ്രിലാണ് എലക്ഷൻ നടന്നത്. ഏപ്രിൽ മെയില്. ഇത് സെപ്റ്റംബറിൽ കളി നടക്കണം. അപ്പൊ അവരുടെ ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്നെ കൊണ്ട് കാര്യങ്ങൾ നടത്താൻ പറ്റുന്നുള്ളത്. അത് പക്ഷെ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഒരു ഷിറ്റ് ഷോ ആയിരുന്നു ശരിക്കും. അത് ഇത്രയും മോശം ഓർഗനൈസ്. നമ്മളൊരു പത്രപ്രവർത്തകനായിട്ട് പ്രസ് പാസ് ഉണ്ടായിട്ട് പോലും എനിക്ക് 1 മണിക്കൂർ എടുത്തു അകത്തെത്താൻ. അതും അവിടുത്തെ ആ റെയിലിങ്ങും ഇതൊക്കെ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ ടെറ്റനസ് ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. അത്രയും പരിതാപകരമായ സ്ഥിതിയിലാണ് സ്റ്റേഡിയം മെയിൻ്റനൻസ്. അപ്പൊ സാധാരണ ഒരു ഫാനിന്റെ സ്ഥിതി നമുക്ക് ആലോചിക്കാനേ ഉള്ളൂ. പലരും എന്നോട് പറഞ്ഞ 6-7 മണിക്കൂറൊക്കെ ക്യൂല് നിന്നിട്ടാണ്. എന്നിട്ടും പലർക്കും അകത്തെത്താൻ പറ്റിയില്ല. 75,000 ആൾക്കാർ അകത്തുണ്ടായിരുന്നു, 75,000 ആൾക്കാർ പുറത്ത്. അപ്പൊ ഇത് കണ്ടിട്ട് ശരിക്കും ആ ടീം ബസ്സിന് ആൾക്കാർ കൂടിയതും ഒക്കെ കൂടി കണ്ടിട്ട് അർജന്റീൻ കളിക്കാർക്ക് തന്നെ ഒരു ട്രോമ പോലെ ആയി അത് ശരിക്കും. ഇത് ഇത്രയും മോശം ഓർഗനൈസേഷൻ അവര് മിക്കവരും ജീവിതത്തിൽ തന്നെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അത് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മൾ അവിടെ അപ്രോച്ച് ചെയ്യേണ്ടത്, ഇവിടെ വന്ന് കളിക്കണം എന്ന് പറഞ്ഞു. അല്ല, ഞാൻ ചോദിച്ചത് ഇപ്പം ഈ കേരള കാണികളെ ഇപ്പം കൽക്കത്ത ഒരിക്കലും മമതാ ബാനർജി സെലക്ട് ചെയ്ത ഒരു ഐക്കൺ ഒട്ടും മോശം ഐക്കണല്ല. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം, മോഹൻ ബഗാൻ, മുഹമ്മദ് അൻസ്, ഈസ്റ്റ് ബംഗാൾ എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും ഭീകര ടീമുകളുണ്ട്. ഇനി 75,000 ആള് പുറത്തു നിന്നാലും കുഴപ്പമൊന്നുമില്ല, 6 മണിക്കൂർ എടുത്താലും കുഴപ്പമില്ല, അത്രയും വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ് അവർ. ആ ഒരു മാനസികമായിട്ടുള്ള ഒരു അടുപ്പത്തെ ചൂഷണം ചെയ്യുന്ന ഒരു പൊളിറ്റിക്സിന്റെ അത് വർക്ക് ചെയ്യുന്നില്ലേ കേരളത്തിലായാലും കൽക്കത്തയിലായാലും? തീർച്ചയായും. ഇത് ഇപ്പൊ നടക്കാൻ പോകേണ്ട അടുത്ത ഇന്ത്യ കളിക്കാൻ പോണ കളി ഇന്ന് രാവിലെ AIFF അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ആസിയാൻ കപ്പിന്ന് പിന്മാറുകയാണ്. ഇന്തോനേഷ്യ, മലേഷ്യ, സിംഗപ്പൂർ ഇവരെ കളിക്കേണ്ടതായിരുന്നു. അത് നല്ല 3 മാച്ചസ് ആയിരുന്നു. അതിന് പകരം നമ്മൾ ബ്രസീലിനെ കളിക്കാൻ പോകണം ഒക്ടോബർ 3 ബ്രസീലിനെ കളിച്ചിട്ട് എന്ത് ഗുണം കിട്ടാനാണെന്ന് ആർക്കും അറിയില്ല. AIFF ആരോട് ചോദിച്ചാലും ആർക്കും ഒരു ഉത്തരം ഉണ്ടാവില്ല. എങ്ങനെയാണ് നമ്മൾ ഇന്ത്യൻ ഫുട്ബോൾ എങ്ങനെ ബെനിഫിറ്റ് ചെയ്യുന്നു? ബ്രസീലിനെ കളിച്ച് 6-0, ചിലപ്പോൾ അവർ ദയ തോന്നിയിട്ട് 3-0 ജയിക്കുള്ളൂ. ഇതുകൊണ്ട് പക്ഷെ നമുക്ക് എന്ത് ഗുണം ചെയ്യണം? ഇതേപോലെ തന്നെയാണ് ഇപ്പൊ ഓരോ തവണയും ഇപ്പൊ ഒരു മെസ്സിയെ കൊണ്ടുവരുന്നതായാലും അർജന്റീനയെ കൊണ്ടുവരുന്നതായാലും അത് പ്യൂർലി ഒരു പൊളിറ്റിക്കൽ ആംഗിളിൽ നിന്ന് മാത്രമാണ്, അല്ലാതെ കളി നന്നാക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ആരും ചെയ്യേണ്ടത്. അല്ല, അതിനകത്ത് ഇപ്പം പിന്നെ ഇങ്ങനെ പറയാം, കാരണം ഈ കളി നന്നാക്കുക എന്നുള്ളതൊരു വിഷയമാണല്ലോ. ബ്രസീലായിട്ട് കളിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ടീമിന് ഒരു ഊർജം കിട്ടുകയല്ലേ? എന്ത് കിട്ടും നമുക്ക്? ഒരു ബ്രസീലത്തെ സെറി സിയിൽ കളിക്കുന്ന ടീം വന്നാൽ നമ്മളെ 5-0 തോൽപ്പിക്കും. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ സ്ഥിതി. അവരുടെ കളിക്കാരെ അത് സീരിയസ് ആയിട്ട് എടുക്കാൻ, അവർ ഓസ്ട്രേലിയ ആയിട്ടുള്ള കളി, അതിന് മുമ്പ് ഓസ്ട്രേലിയ ആയിട്ട് 2 കളിയുണ്ട്, അത് അവർ സീരിയസ് ആയിട്ട് എടുക്കും. എന്നുവെച്ചാൽ ഓസ്ട്രേലിയ നല്ലൊരു ടീമാണ്, അവർ ബഹുമാനിച്ച് അതിനനുസരിച്ച് കളിക്കുകയും ചെയ്യും. ഇവിടെ ആര് കളിച്ചാലും ഒരു ജയിക്കുന്ന അറിയാം. എനിക്ക് ഉറപ്പാണ് ഒരു ടോപ്പ് പ്ലേയേഴ്സ് ഒന്നും മിക്കവാറും വരുന്നില്ല. അപ്പൊ എങ്ങനെ ഇന്ത്യൻ ഫുട്ബോളും അത് കാരണം മുന്നോട്ട് പോകണം? ഇപ്പൊ മെസ്സി 2011 വന്നിട്ട് എന്തെങ്കിലും മാറ്റം വന്നു ഇന്ത്യൻ ഫുട്ബോളിൽ? ആ 2011 നമ്മൾ ഏഷ്യൻ കപ്പ് കളിച്ചു, 1-2 മാച്ചിൽ മോശമില്ലാത്ത പ്രദർശനം കാഴ്ചവെക്കുകയും ചെയ്തു.
അത് കഴിഞ്ഞിട്ടുള്ള എന്താ സ്ഥിതി? എന്തെങ്കിലും രീതിയിൽ നന്നായോ? ഈ 2023 അബ്ദുറഹ്മാന്റെ സ്പെയിൻ യാത്ര, മന്ത്രി അബ്ദുറഹ്മാന്റെ സ്പെയിൻ യാത്ര, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 26 അപ്പം അതിനകത്ത് ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹം അത് ശരിക്കും ആഗ്രഹിച്ചിട്ടുണ്ടാവും, ഒരു കളവ് നടത്താനോ ചതി നടത്താനോ വേണ്ടിയിട്ടായിരിക്കില്ല മെസ്സിയുടെ കേരള. ഇതിലൊക്കെ പ്രശ്നമുള്ളത് എന്താ ഞാൻ പറഞ്ഞാൽ, ഇപ്പൊ ഇവിടുത്തെ പദ്ധതി ഇതിന്റെ പേയ്മെന്റ് ചെയ്യാൻ പോയിരുന്നത് റിപ്പോർട്ടർ TV ആണെന്ന് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കി വരുന്നു. അതിലേക്ക് പിന്നീട് വരികയാണ്, കാരണം അത് റിപ്പോർട്ടർ TVയുടെ അല്ല. അതിൽ ആ പ്രശ്നത്തിലേക്ക് ഞാൻ വരും. ഇപ്പൊ മെസ്സി കഴിഞ്ഞ കൊല്ലം ഇന്ത്യയിൽ വന്നിട്ട് ആകെപ്പാട് നമുക്കറിയാം എന്താ സംഭവിച്ച കൽക്കട്ടയിൽ നിന്ന്. ആൾക്കാര് കസാലയൊക്കെ പിച്ചിലേക്ക് എറിയ, പലർക്കും അകത്ത് കയറാനും പോലും പറ്റിയില്ല. ഭയങ്കര ആ പ്രൊമോട്ടർ എന്നിട്ട് ജയിലിലായിരുന്നു കുറച്ചാലും, ശതാദ്രി ദത്ത. ഈ പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും പവർ കൊടുക്കണം? എന്തിനു വേണ്ടി? അതിപ്പോ ഞാൻ റിപ്പോർട്ടറിന് വേണ്ടി 2 ഷോസ് ഒക്കെ ചെയ്തില്ല, എനിക്ക് അവരായിട്ടൊരു പ്രശ്നമില്ല. പക്ഷെ ഒരു ഗവൺമെന്റ്, അതിപ്പോ സെൻട്രൽ ഗവൺമെന്റ് ആയാലും സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും, എന്തുകൊണ്ട് നിങ്ങൾ ഇത് ഔട്ട്സോഴ്സ് ചെയ്യുന്നു? എന്താ വെച്ചാൽ നിങ്ങൾക്ക് മാത്രമേ ഇതിന് വേണ്ട സെക്യൂരിറ്റിയും ഇതൊക്കെ. ബംഗാളിൽ നടന്ന പ്രശ്നം ഇതാണ്, സെക്യൂരിറ്റി ഇതൊന്നുമില്ല. വേണ്ട VIPസും VVIPയും അല്ലെങ്കിൽ ഞാൻ VIP ആന്ന് പറഞ്ഞ് കുറെ ആക്ടേഴ്സൊക്കെ പിച്ചിലേക്ക് ഇറങ്ങി, എന്നിട്ട് മെസ്സി ഓടി. അപ്പൊ ഇതാണ് നമുക്കൊരു പരിപാടി നടത്തേണ്ടത് എങ്ങനെയാന്ന് അറിയില്ല. ഒരു പരിപാടി ഈ ഒരു ലെവലിൽ നടത്തണമെങ്കിൽ അത് ഗവൺമെന്റ് സെക്യൂരിറ്റിയും ഇതുമില്ലാതെ നടത്താൻ പറ്റില്ല. അപ്പൊ എന്തുകൊണ്ട് അതൊരു റിപ്പോർട്ടറിനെ ഏൽപ്പിക്കുന്നു, അല്ലെങ്കിൽ വേറെ ഒരു ശതാദ്രി ദത്ത എന്തുകൊണ്ട് ഏൽപ്പിക്കുന്നു? അതാണ് എനിക്കൊരു കൺഫ്യൂഷൻ ഉള്ളത്. ഇത്തരം വലിയ പ്രോഗ്രാംസ് ഇപ്പം കേരളത്തിലൊരു ഇത്രയും, അതായത് ഇതിൽ മില്യൺസ് ഇടപെടുന്ന ഒരു ഇടപാടാണ്, സംരംഭമാണ്. അതിനകത്ത് ഇപ്പോൾ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ ഇത് കൊടുക്കുന്നു എന്ന് പറയുന്നത് കുറേ തവണ ഇത് നടക്കാണ്ടായി പോയത് കൊണ്ടും ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് വരാത്തത് കൊണ്ടുള്ള സംഗതിയാണ്. അപ്പോൾ അതൊരു പ്രൈവറ്റ് പാർട്ടി എന്നുള്ള, ഇപ്പം റിപ്പോർട്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കണ്ട, ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷൻ കൊടുക്കുന്നതിൽ തെറ്റുണ്ടോ? പ്രൈവറ്റ് ഓർഗനൈസേഷൻ. പക്ഷെ ഇതിന്റെ ചുറ്റുമുള്ളത്, ഇപ്പൊ ഒരു മെസ്സി വരുമ്പോ, അർജന്റീന വരുമ്പോ സ്റ്റേഡിയത്തിന് ഫിഫ ലൈസൻസ്, അതിന്റെ അക്രഡിറ്റേഷൻ വേണം. സെക്യൂരിറ്റി ഒരു ലെവലായിരിക്കണം, പ്രാക്ടീസ് പിച്ചസ് ഒരു ലെവലായിരിക്കണം, VIP സ്റ്റാൻഡ്സും എൻക്ലോഷറും ഒരു ലെവലായിരിക്കണം. ഇതൊക്കെ ഒരു പ്രൈവറ്റ് പാർട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമോ? ഇതിൽ പലതും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ എൻറ്റിറ്റീസ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഇതില്ലാതെ ചെയ്യാൻ സാധ്യമല്ല. ഇപ്പൊ എങ്ങനെ നിങ്ങൾ ഒരു 60,000 ആൾക്കാരുടെ ഒരു ക്രൗഡിനെ കൺട്രോൾ ചെയ്യും പോലീസും പട്ടാളം ഇല്ലാതെ? സാധ്യമല്ല. അപ്പൊ ഇങ്ങനത്തെ ഇതിലൊക്കെ ശരിക്കും അതൊരു ഗവൺമെന്റ് എന്റർപ്രൈസിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, നാളെ ഇപ്പം ഒരു പ്രൈവറ്റ് ഏജൻസി, ഇപ്പം നമുക്കറിയാം, ഇപ്പം ഇത് ആദ്യം ഉണ്ടായ കോൺട്രവേഴ്സി എന്താ വെച്ചാൽ ഗോട്ടാഡ് എന്ന് പറയുന്ന ഒരു കമ്പനിക്കായിരുന്നു കൊടുത്തത്. അതാണെങ്കിൽ രണ്ടാഴ്ച മുമ്പ് തുടങ്ങിയ ഒരു കമ്പനിയാണ്. പിന്നെ അതിനകത്ത് ഒരു 1.5 crore ഒരു പെട്ടെന്ന് നടത്തിയ ഒരു ഡീലിനെ പറ്റിയുള്ള ഒരു സംശയം ഇതൊക്കെ വരുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഓക്കെ, നമ്മളിപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനി, ഇപ്പം മലയാള മനോരമ നാളെ മെസ്സിയെ കൊണ്ടുവരുന്നു, അപ്പം അതിനെ എതിർക്കേണ്ട കാര്യമുണ്ടോ? എന്തിനു കൊണ്ടുവരുന്നു? മലയാള മനോരമ ഇവിടെ ഒരു ലിറ്റ് ഫെസ്റ്റിന് കൊണ്ടുവന്ന് മെസ്സി വന്നു പോയിക്കോട്ടെ, ആരും ഒന്നും പറയുന്നില്ല. പക്ഷെ ഒരു മാച്ച് ഓർഗനൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ ചുറ്റുമുള്ള സെക്യൂരിറ്റി ഉണ്ട്, സ്റ്റേഡിയം ക്ലിയറൻസ് ഉണ്ട്, പല ലെവലിലും ക്ലിയറൻസ് കിട്ടണം, ഫിഫയുടെ ഭാഗത്തു നിന്ന് അനുമതി കിട്ടണം. ഇതൊന്നും ഒരു പ്രൈവറ്റ് ഏജൻസിക്ക് ചെയ്യാൻ പറ്റില്ല. ഈ ഔദ്യോഗിക പദവിയില്ലാത്ത കമ്പനികൾ ഈ അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനായിട്ട് ബന്ധപ്പെട്ടു. ഞാൻ ഇപ്പൊ എല്ലാവരും ഇപ്പൊ വിമർശിക്കേണ്ട അബ്ദുറഹ്മാൻ സാറിനെയും റിപ്പോർട്ടർ TV ആണ്. അത് പലർക്കും അവരുടേതായിട്ടുള്ള എജൻഡ ഇതൊക്കെ ഉണ്ടാവും, അതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ ഇതില് ഒരു നാണയത്തിന് എപ്പോഴും 2 ഭാഗങ്ങളുണ്ട്. അത് അർജന്റൈൻ ഫുട്ബോൾ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ബോർഡർ ലൈൻ ക്രിമിനൽ എന്റർപ്രൈസ് ആണ്. ഇപ്പൊ FBI ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഓർഗനൈസേഷൻ. ഇതിപ്പോ ഞാൻ വെറുതെ പറയുന്നതല്ല. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് മയാമി ഹെറൽഡിന്റെ കറസ്പോണ്ടൻസ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ അത് ഈ അർജന്റീന സ്റ്റോറി ഫോളോ ചെയ്തിട്ടുള്ള വേറെ 1-2 പത്രപ്രവർത്തകരോടും സംസാരിച്ചിട്ടുണ്ട്. $40 million ഫണ്ട്സ് മിസ്സിംഗ് ആണ്. ഇതാണ് ഇവര് FBI ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ 5 കൊല്ലത്തിൽ 2021 ശേഷം
അർജന്റൈൻ ഫുട്ബോൾ അസോസിയേഷൻ ഒരു ഏകദേശം 300 മില്യൺ $290 മില്യൺ US കൂടി ഫണൽ ചെയ്തിരിക്കുകയാണ്. അത് എന്തിനാന്ന് ആർക്കും അറിയില്ല. അതിലൊരു 250 മില്യൺ അർജന്റീനയിൽ എത്തിയിട്ടുണ്ട്. അതിപ്പോൾ കളിക്കാർക്ക് കൊടുക്കാനും ഇതിനൊക്കെ ഈ പൈസ വരുന്നത് സ്പോൺസർമാരുടെയും മറ്റേ പ്രൈസ് മണിയും അത് ഇതൊക്കെ ആയിട്ട് വരുന്ന പൈസയാണ്. ഒരു 40 മില്യണിന് ഒരു അക്കൗണ്ടിൽ 9 ഷെൽ കമ്പനീസ് ഉണ്ട് മയാമി ഡേഡ് കൗണ്ടി ഏരിയയിൽ. ഇതൊന്നും ഫിസിക്കൽ അഡ്രസ് ഇല്ല, ഒരു വെർച്വൽ കമ്പനീസ് ആണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ നമ്മുടെ ഇവിടുത്തെ ഡീലിനെ പറ്റി പറഞ്ഞ ആർക്കും ഈ കമ്പനി എന്താന്ന് അറിയില്ല, എവിടെയാന്ന് അറിയില്ല. 9 കമ്പനീസ്. ഇതിന്റെ ബിൽസ് $3.6 മില്യൺ പ്രൈവറ്റ് ജെറ്റ് ഹയർ. ഒരു ന്യൂയോർക്ക് ടു ലോസ് ആഞ്ചലീസ്, ഇത് ഞാൻ അന്വേഷിച്ചു, ന്യൂയോർക്ക് ടു ലോസ് ആഞ്ചലീസ് ഒരു ഗൾഫ് സ്ട്രീം പ്രൈവറ്റ് എയർക്രാഫ്റ്റ് ഹയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് $100,000 കൊടുക്കണം. ഈ 3.6 മില്യൺ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ 36 ഫ്ലൈറ്റായി. ഇത് ആരുടെ ഫ്ലൈറ്റാ, എന്തിനു വേണ്ടിയായിരുന്നു? അതേപോലെ $1 മില്യൺ ലക്ഷറി യോട്ട്. ഇത് 80 ഫുട്ട് ഉള്ള യോട്ട് ഹയർ ചെയ്യുകയാണെങ്കിൽ അതിന് ഒരു ദിവസം €10,000 ആണ്. അപ്പൊ ഈ 1 മില്യൺ എത്തണമെങ്കിൽ എത്ര ദിവസത്തിന് നിങ്ങൾ ഹയർ ചെയ്തിട്ടുണ്ടാവും? എന്തിന്, ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി? ഇതൊക്കെ നമുക്ക് ഊഹിക്കാനുള്ളതേ ഉള്ളൂ എന്തൊക്കെ പരിപാടികളാണ് നടക്കണമെന്ന്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഓർഗനൈസേഷനായിട്ടാണ് നിങ്ങൾ കരാർ ഒപ്പിടാൻ പോയിട്ടുള്ളത്. ഇതെല്ലാം എനിക്ക് ഉറപ്പാണ്. ഇപ്പൊ റിപ്പോർട്ടർ TV പൈസ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. അത് AFAയുടെ അക്കൗണ്ട്സിലേക്ക് അല്ല പോയിട്ടുണ്ടാവുക, ഇങ്ങനത്തെ വല്ല ഷെൽ കമ്പനിയുടെ ഇതിലേക്ക് ആയിരിക്കും. അത് ക്ലോഡിയോ ടാപ്പിയോ അങ്ങനത്തെ കൂടെയുള്ള ഗാങ്സ്റ്റേഴ്സ് ആരെങ്കിലും അടിച്ചു മാറ്റിയിട്ടുള്ളൂ. ഇതില് പിന്നെ ഇപ്പം AFA പറ്റി, അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷനെ പറ്റി പറയുന്ന ഒരു സംഗതി എന്താ വെച്ചാൽ, അത് എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം ദിലീപ് ഒരു ക്രിമിനൽ ഓർഗനൈസേഷൻ ആണെന്ന് പറയുന്നുണ്ടെങ്കിലും അതൊരു ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ. പക്ഷെ അവിടെയും അവര് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്, ഫ്രോഡിന് അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ പോലും ഒരു കടലാസ് നീക്കങ്ങൾ ഉണ്ടാവുമല്ലോ. എനിക്ക് തോന്നുന്നത് ഇപ്പം ഞാനിപ്പം വിശ്വസിക്കുന്നത് ഇപ്പം മന്ത്രി അബ്ദുറഹ്മാൻ ഒരു ബാഡ് ടേസ്റ്റിലായിരിക്കില്ല ഇത് ചെയ്തത്. അല്ല, ഞാൻ അതിലേക്ക് ഞാൻ പറഞ്ഞു. ഇപ്പൊ അബ്ദുറഹ്മാൻ സാറിനെ എനിക്ക് നേരിട്ട് അറിയില്ല, പക്ഷെ അറിയണ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുള്ളത് കളി വളരെ അധികം സ്നേഹിക്കുന്ന മനുഷ്യനാണ്, അത്രേ എനിക്ക് അറിയുള്ളൂ. പക്ഷെ ഇതിന്റെ ടൈം ലൈൻ നമ്മൾ നോക്കണം. ഞാൻ കഴിഞ്ഞ പോലെ നമ്മൾ ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ എനിക്ക് കുറെ ചീത്ത കേൾക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞിരുന്നു ഈ ആംഗോളയിലും ഇന്ത്യയിലും ഒരേ സമയത്ത് ഒരു ടീമും കളിക്കാൻ അത് സംഭവിക്കാൻ പോകുന്നില്ല. അവിടെ അവർ കളിക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് വരില്ല എന്ന് ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ സംഭവിച്ചു. പക്ഷെ അതിന്റെ ടൈം ലൈൻ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നവംബർ 20 2024 കാര്യമാണ് അബ്ദുറഹ്മാൻ സാർ ഇവിടെ അനൗൺസ് ചെയ്യേണ്ടത്. എന്തായാലും മെസ്സിയും അർജന്റീനയും വരും നവംബർ 20, 2024. നവംബർ 22 ആംഗോളയുടെ പ്രസിഡന്റായ ജാവോ ലോറൻസോ പറയുന്നു, നമ്മുടെ 50ാം സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികത്തിന് അർജന്റീന ടീം വന്ന് അടുത്ത നവംബറിൽ ഇവിടെ കളിക്കും. അപ്പൊ തന്നെ ഈ രണ്ടുപേരും ലോകത്തിന്റെ ഓരോ ഭാഗത്തുനിന്ന് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ഭാഗത്തുനിന്ന് അബ്ദുറഹ്മാൻ സാർ അത് കഴിഞ്ഞിട്ട് പിന്നെ മാർച്ചിൽ 2025 ജൂണിലൊക്കെ പറയുന്നുണ്ട് വരും എന്തായാലും വരും, കരാർ ഒപ്പിട്ടുണ്ടെന്നൊക്കെ. ആംഗോളയുടെ കാര്യത്തിൽ അർജന്റീന കാമാന്നൊരു വാക്ക് മിണ്ടിയിട്ടില്ല. ആ മാച്ച് എപ്പോഴാണ് അവര് ഓക്കെ എന്ന് പറയുന്നത്? ഒക്ടോബർ 25, 2025 കളി നടക്കണേന് വെറും 20 ദിവസം മുമ്പാണ് അവരുടെ ഷെഡ്യൂളിലേക്ക് അത് ഇടുന്നത്. ഞങ്ങൾ ആംഗോളയിൽ ഒരു കളി കളിക്കുന്നുണ്ട് എന്നുള്ളത്. ഇപ്പൊ ബ്രസീൽ ഇന്ത്യയിൽ വരുന്നത് ഒക്ടോബർ 3. അത് ഇപ്പൊ തന്നെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. ഓഗസ്റ്റ് ആയിട്ടേ ഉള്ളൂ. അത് അവരുടെ ഓസ്ട്രേലിയയിലത്തെ കളിയും അനൗൺസ് ചെയ്ത് കഴിഞ്ഞു, ഇവിടുത്തെ കളി അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇതൊക്കെ എത്രയോ മാസം മുമ്പാണ് മിക്ക ടീംസും പ്ലാൻ ചെയ്ത് അനൗൺസ് ചെയ്യുക. ഇത് അർജന്റീന അനൗൺസ് ചെയ്യുന്നത് ഒക്ടോബർ 25. കളിച്ചത് നവംബർ 14. അപ്പൊ തന്നെ AFAയുടെ പരിപാടികൾ എന്താന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഇതിനകത്തുള്ള കായികമായിട്ടുള്ള പ്രശ്നങ്ങളും ഒരു കായിക വിനോദം എന്നുള്ള രീതിയിലുള്ള പ്രശ്നങ്ങളും അല്ലാതെ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളുടെ പ്രശ്നങ്ങളും ഒക്കെ മാറ്റി നിർത്തിയാൽ ഇതിനകത്തൊരു ഞാൻ തുടങ്ങിയ ചോദ്യം അതായിരുന്നു. കാരണം ഇപ്പൊ കോഴിക്കോട് മഞ്ചേരി അല്ലെങ്കിൽ മലപ്പുറത്തൊക്കെയുള്ള കാണികൾ ഒരാവശ്യമില്ലാണ്ട് ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാണ്. കാരണം ഇങ്ങോട്ട് ലാഭം കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ല, അത് അങ്ങോട്ട് കൊടുക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റാണ്.
അപ്പം അതിനകത്ത് ഇപ്പം ഈവൻ ഇടതുപക്ഷത്തിന്റെ തോൽവിക്ക് പോലും ഈ മലബാറിലൊക്കെ അത് വലിയ പങ്കുവച്ചിട്ടുണ്ടെന്ന് ഏതൊരു ഏജൻസി ഒരു റിസർച്ചർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ അത് ഒരു വലിയൊരു ഇമോഷണൽ ഇഷ്യൂ ആണ്. അതിനകത്ത് എന്ത് തെറ്റാണ് പറ്റിയിട്ടുള്ളത്? തെറ്റെന്താ പറ്റിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇത് ഒഫീഷ്യൽ ഏറ്റവും ടോപ്പ് ലെവൽ ആ ഒരു തലത്തിൽ മാത്രം ഒരു കരാറാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ആംഗോളയിൽ എന്തുകൊണ്ട് ആ കളി നടന്നു? ആംഗോളയുടെ പ്രസിഡന്റായ ജാവോ ലൊറൻസോ തീരുമാനിച്ചു 50-ാം വാർഷികം, സ്വാതന്ത്ര്യത്തിന് 50-ാം വാർഷികം എന്തായാലും ഞങ്ങൾക്ക് അർജന്റീന ഇവിടെ വന്ന് കളിക്കണം. അപ്പൊ സ്റ്റേറ്റിന്റെ തീരുമാനമാണത്. അപ്പൊ അതിലൊരു തടസ്സവും ഇല്ല. എത്ര ഫണ്ട്സ് വേണം അതിപ്പോ നമുക്ക് അറിയില്ല അവർ എത്ര പൈസ കൊടുത്തിട്ടുണ്ട്. ചിലപ്പോ ഇവിടെ 130 കോടി എന്ന് പറഞ്ഞത് അവിടെ ചിലപ്പോൾ അവർ 150 കൊടുത്തിട്ടുണ്ടാവും. എനിക്ക് അതിന്റെ കണക്കറിയില്ല. പക്ഷെ അത് ആ തലത്തിലെടുത്ത തീരുമാനമാണ്. അത് കാരണം ആ കളി നടന്നു. ഇവിടെ ഒരു ഭാഗത്ത് നമ്മൾ പറയുന്നു ഒരു സ്റ്റേറ്റിന്റെ സ്പോർട്സ് മിനിസ്റ്റർ സ്പെയിനിൽ പോയി ഒരു പ്രൈവറ്റ് TV ചാനലിൽ പൈസ കൊടുത്തു. ഇതൊന്നും ഒരു എന്താ പറയുക ഒരു ഹയസ്റ്റ് ലെവലിലുള്ള തീരുമാനമല്ല. അപ്പൊ ഒരു അക്കൗണ്ടബിലിറ്റി വരുന്നില്ല. ആരെന്ത് ചെയ്തു? ഇപ്പൊ സ്പെയിന് പോയി എന്നുള്ള അതൊരു വലിയ വിവാദമാണ്. അത് പോയത് ഒക്ടോബറിലാണ്. അപ്പൊ എന്തുകൊണ്ട് ഒക്ടോബറിൽ സ്പെയിന് പോയി എന്ന് എനിക്കറിയില്ല. എന്താ വെച്ചാൽ സെപ്റ്റംബറിലും ഒക്ടോബറിലും അർജന്റീനയ്ക്ക് ലോകകപ്പ് ക്വാളിഫയിങ് മാച്ചസ് ഉണ്ടായിരുന്നു. അത് 2 മോണിമെന്റൽ സ്റ്റേഡിയം ബ്യൂണസ് ആയറിസിൽ, ഒന്ന് കൊളംബിയയില് ബാരൻകിയയില്, മറ്റേത് വെനിസ്വേലയിൽ. ഇതായിരുന്നു 4 മാച്ച് ആ 2 വിൻഡോയിലും, സെപ്റ്റംബറിലും ഒക്ടോബറിലും ആയിട്ട്. അപ്പോൾ അർജന്റീനത്തെ ഒരു ടോപ്പ് ഒഫീഷ്യലിനും ആ സമയത്ത് യൂറോപ്പിൽ വരാൻ കാരണമില്ല. അപ്പൊ ആരെ പോയി ഇവര് കണ്ടു, എന്ത് തീരുമാനിച്ചു, ഇതൊന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഇപ്പൊ AFAയുടെ ഒരു ഒഫീഷ്യല് സ്പെയിനിൽ ആ സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ എന്തിനു വന്നു? നിങ്ങളുടെ ടീം കളിക്കേണ്ടത് നാട്ടിലാണ്, സ്പെയിനിലല്ല. യൂറോപ്പിൽ ആ സമയത്ത് അർജന്റീനയ്ക്ക് ഒരു പരിപാടി ഇല്ല. അപ്പൊ ഇതൊക്കെ ഈ വിവാദങ്ങൾ തീർച്ചയായിട്ടും വരും. എന്താ വെച്ചാൽ ടോപ്പ് ലെവലിൽ എടുക്കുന്ന തീരുമാനങ്ങളല്ല. ഇപ്പൊ ഇതില് ഇപ്പം ഒരു രാഷ്ട്രീയമായി മാറിയിരിക്കുകയാണല്ലോ. കാരണം UDF വേഴ്സസ് LDF എന്നുള്ള രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. മാത്രമല്ല വിജിലൻസ് അന്വേഷണം പറയുന്നുണ്ട്. ഈവൻ SFIO അന്വേഷണം പോലും റെക്കമെൻഡ് ചെയ്യാൻ പോവാണ് എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം വെച്ചാൽ ഇതിനകത്തുള്ളൊരു പൊളിറ്റിക്കൽ ഗെയിം ഉണ്ട്. കാരണം ഇപ്പം നാളെ എന്തായാലും ഉണ്ട്. കാരണം അത് LDFനെ ഒരു ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള UDFന്റെ ശ്രമം എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് കാണാവുന്നേ ഉള്ളൂ. കാരണം അത് സ്വാഭാവികമായിട്ടും നടക്കുന്ന സംഗതിയായിരിക്കും. പക്ഷേ ഇതിനകത്ത് അത്തരത്തിലുള്ള ഒരു പ്രൊസീജിയർ എത്രമാത്രം വിജയിക്കും? പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ എന്തൊരു പദ്ധതി ആയാലും ഇപ്പൊ കഴിഞ്ഞ കൊല്ലം മെസ്സി കൽക്കട്ടയിൽ വന്നപ്പോൾ ഇത് നമ്മുടെ ഒരു സിസ്റ്റത്തിന്റെ ഫെയിലിയർ ആണ് ഇത് കാണിക്കുന്നത്. നമുക്കൊരു പരിപാടി എങ്ങനെ ഓർഗനൈസ് ചെയ്യണം, ഇതിപ്പോ ഒരു നാടിന്റെ സ്പോർട്സ് മന്ത്രിയെ കൊണ്ടോ ഒരു ശതാദ്രി ദത്തയെ കൊണ്ടോ ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇതിന് ഇങ്ങനത്തെ ഒരു മാച്ച് നടത്തണമെങ്കിൽ ഒരു ടാസ്ക് ഫോഴ്സ് പോലെ തന്നെ ഉണ്ടാക്കണം. ഇപ്പൊ ആംഗോളയിലൊക്കെ അതാണ് ചെയ്തത്. അവർ ആ കളി ഭംഗിയായിട്ട് നടത്തി. എന്നുവെച്ചാൽ അവർക്ക് അത്രയും പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റ് ആയിരുന്നു അത്. അവരുടെ 50 കൊല്ലം സ്വാതന്ത്ര്യം അത് അവർക്ക് ലോകത്തെ മുഴുവൻ ഷോക്കേസ് ചെയ്യണം. അതിലേറ്റവും നല്ലൊരു രീതി അവർ കണ്ടത് അർജന്റീന അവിടെ വന്ന് കളിക്കുക എന്നാണ്. അത് അവർ ഭംഗിയായിട്ട് നടത്തി. അവരുടെ നാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് തന്നെ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും, സ്റ്റേഡിയം റെനോവേഷൻ, ഹോട്ടൽസ്, ഇതൊക്കെ എല്ലാം അവർ ചെയ്തു. അപ്പൊ ആ ഒരു ലെവല് എന്താ പറയാ പ്ലാനിങ് ഇല്ലാതെ ഇപ്പൊ പെട്ടെന്ന് ഇപ്പൊ നാളെ ബ്രസീൽ ഇവിടെ കേരളത്തിൽ വരണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. നിങ്ങൾക്ക് ഇവിടുത്തെ സ്റ്റേഡിയംസ് ഉണ്ടോ? പ്രാക്ടീസ് പിച്ചസ് ഉണ്ടോ? ഇതിന് പറ്റിയ ഇവർക്ക് പ്രൈവസി കിട്ടുന്ന ഹോട്ടൽസ് ഉണ്ടോ? ഹോട്ടലിൽ നിന്ന് സ്റ്റേഡിയത്തിലേക്ക് എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന റോഡ്സ് ഉണ്ടോ? ഇതൊക്കെ ആലോചിക്കണം ആദ്യം. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഭാവിയിൽ ഒരു 5 കൊല്ലത്തേക്കും പ്രതീക്ഷിക്കാവുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് ഇപ്പം മെസ്സിയെ കൊണ്ടുവരാം, വിനീഷ്യസ് ജൂനിയറിനെ കൊണ്ടുവരാം, അല്ലെങ്കിൽ പിന്നെ നെയ്മാറിനെ കൊണ്ടുവരാം, ഇവരെല്ലാം കൊണ്ടുവരാം. കാരണം എന്തെങ്കിലും ലിറ്റററി പരിപാടി ഈ ടീംസ് ബ്രസീൽ, അർജന്റീന ഇവരൊക്കെ പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യും. അതാണ് അങ്ങനെ കൊണ്ടുവരുന്നല്ല ഞാൻ ചോദിക്കുന്ന ഒരു പേഴ്സണൽ ഷോ എന്നുള്ള രീതിയിൽ ഏതെങ്കിലും ലിറ്റററി ഫെസ്റ്റിവലിന് അല്ലെങ്കിൽ ഒരു അതിപ്പോ ബെൻ ജോൺസൺ വന്നല്ലോ ഇവിടെ. അങ്ങനെ കൊണ്ടുവരാം, തീർച്ചയായിട്ടും കൊണ്ടുവരാം. പക്ഷെ എന്നാലും അതിനും ഒരു പ്ലാനിങ് വേണം. ഇവർക്കുള്ള സെക്യൂരിറ്റി ഇപ്പൊ മെസ്സിയുടെ ചുറ്റും ഒരു 10,000 ആള് കൂടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ
നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ അങ്ങനെ പല പ്രശ്നങ്ങളും ഇത് നമ്മൾ ഒരു കാര്യം പ്ലാൻ ചെയ്യുമ്പോൾ എല്ലാ വശത്തുനിന്നും കാണുന്നില്ല.